നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരള വനം വന്യജീവി വകുപ്പ് മുള്ളരിങ്ങാട് ഡിവിഷനിൽ സ്ഥാപിക്കുന്ന AI സ്മാർട്ട് എലിഫന്റ് സിസ്റ്റം നിർമ്മാണോദ്ഘാടനം സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഹമീദിന് തൂക്കുകയർ. തൊടുപുഴ നഗരസഭയിൽ വികസന സദസ്സ് നടത്തി. തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന വികസന സദസ്സ് മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ INTUC ധർണ നടത്തി. KPCC മെമ്പർ AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണിടിച്ചിൽ ദുരിതത്തെ തുടർന്ന് അടിമാലിയിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങൾ പട്ടിണി സമരവുമായി രംഗത്ത്. വാർത്തകൾ വിശദമായി. കേരള വനം വന്യജീവി വകുപ്പ് മുള്ളരിങ്ങാട് ഡിവിഷനിൽ സ്ഥാപിക്കുന്ന AI സ്മാർട്ട് എലിഫന്റ് സിസ്റ്റം നിർമ്മാണോദ്ഘാടനം സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വനം വകുപ്പ് ക്യാമ്പർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. ആധുനിക വിവരസാങ്കേതിക വിദ്യയും ഇക്കാര്യത്തിനായി ഉപയോഗിച്ചു വരുന്നു. കോതമംഗലം വനം ഡിവിഷൻ മുള്ളരിങ്ങാട് റേഞ്ചിലെ ഗവൺമെന്റ് NLP സ്കൂളിന് സമീപം മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ 40 ലക്ഷം രൂപ CSR ധനസഹായത്തോടെ AI സ്മാർട്ട് എലിഫൻസ് നിർമ്മാണോദ്ഘാടനം നടത്തി. മുള്ളരിങ്ങാട് ഗവൺമെന്റ് NLP സ്കൂളിൽ സംഘടിപ്പിച്ച യോഗം വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വനംവകുപ്പ് ക്യാമ്പർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. ഇപ്പോൾ നമ്മൾ ഒരു തീവ്ര യത്ന പരിപാടിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ആ പരിപാടികളുടെ ഭാഗമായി കുറേ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. ഈ മാസം അവസാനിക്കുമ്പോഴേക്കും അതിൻ്റെ 1-ാം ഘട്ടം അവസാനിക്കും. അത് റിവ്യൂ ചെയ്ത് വരുന്ന കാലഘട്ടത്തിൽ ഓരോ വർഷവും എന്തൊക്കെ ടാർഗറ്റ് ചെയ്ത് തീർക്കണമെന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുക. മറ്റ് വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും ഞാൻ നടത്തുന്നില്ല. നമ്മൾ ജനങ്ങളെ സംരക്ഷിക്കും. ഞങ്ങൾ കർഷകരോടൊപ്പമാണ്. കർഷകന്റെ ആവശ്യങ്ങളോടൊപ്പം, ന്യായമായ ആവശ്യങ്ങളോടൊപ്പം ഹൃദയം തുറന്നു നിൽക്കാൻ തയ്യാറുള്ളൊരു ഗവൺമെൻറ്റാണ് ഇവിടെ നിങ്ങളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണം നടത്തുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങുകളെല്ലാം നിങ്ങൾക്ക് ഭാവിയിൽ ഭയരഹിതമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA അധ്യക്ഷത വഹിച്ചു. IFS ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് DK വിനോദ് കുമാർ സ്വാഗതം ആശംസിച്ചു. IFS APCCF ഡോക്ടർ P പുകഴേന്തി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിഷ്ണു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രവി കൊച്ചടിക്കുന്നിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ്, വാർഡ് മെമ്പർ ജിജോ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. NCPS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KT മൈക്കിൾ, മുള്ളരിങ്ങാട് NLP സ്കൂൾ HM അനു K കൃഷ്ണൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ്, CPIM ലോക്കൽ സെക്രട്ടറി VJ ജോമോൻ, CPI ലോക്കൽ സെക്രട്ടറി KR സൽമാൻ, മുസ്ലിം ലീഗ് മേഖലാ പ്രസിഡന്റ് PA യൂസഫ്, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മോളത്ത്, BJP ഏരിയ ജനറൽ സെക്രട്ടറി KC വർഗീസ്, കോതമംഗലം DFO ജോൺ മാത്യു എന്നിവർ ആശംസകൾ നേർന്നു. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഈ പ്രദേശത്ത് AI അടിസ്ഥാനമാക്കിയുള്ള AI സ്മാർട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രദേശവാസികൾക്ക് ആശ്വാസകരമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഹമീദിന് തൂക്കുകയർ. തൊടുപുഴ മുട്ടം 1-ാം അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. 2022 മാർച്ചിലാണ് കൊലപാതകം നടന്നത്. സ്വത്ത് നൽകാത്തതിനെ തുടർന്ന് മകന്റെ ഭാര്യയെയും കൊച്ചുമക്കളെയും വീട്ടിൽ പൂട്ടിയിട്ട് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപ്പെടുത്തിയത് നിഷ്കളങ്കരായ 2 കുട്ടികളെ ഉൾപ്പെടെ 4 പേരെയാണ്. അതിക്രൂരമായ കൊലപാതകമാണ് പ്രതി നടത്തിയെന്നും പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഹമീദിന് തൂക്കുകയർ.
തൊടുപുഴ മുട്ടം 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. 2022 മാർച്ചിലാണ് കൊലപാതകം നടന്നത്. സ്വത്ത് നൽകാത്തതിനെ തുടർന്ന് മകനെയും മകന്റെ ഭാര്യയെയും കൊച്ചുമക്കളെയും വീട്ടിൽ പൂട്ടിയിട്ട് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ചീനിക്കുഴി സ്വദേശി അബ്ദുൽ ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ മെഹർ, അഫ്സാന എന്നിവരെയാണ് പിതാവായ ഹമീദ് കൊലപ്പെടുത്തിയത്. തീ അണയ്ക്കാതിരിക്കാൻ വീട്ടിലെ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കളയുകയും ചെയ്തു. കടമുറികൾ അടക്കമുള്ള വസ്തുവിന്റെ അവകാശത്തിന്റെ പേരിലാണ് തർക്കമുണ്ടായത്. അതിക്രൂരമായ കൊലപാതകമാണ് പ്രതി നടത്തിയതെന്നും പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കൊലപ്പെടുത്തിയത് നിഷ്കളങ്കരായ 2 കുട്ടികളെ ഉൾപ്പെടെ 4 പേരെയാണ്. പ്രായം മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം പ്രതിക്കെതിരാണ്. വിധി പുറപ്പെടുവിക്കുന്നതിൽ പ്രായം പരിഗണിക്കരുതെന്നും പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് എം സുനിൽ മഹേശ്വരപിള്ള കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ടെന്നും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിൽ ശ്വാസമുട്ടലും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെന്ന് പ്രതി ഹമീദ് കോടതിയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ നഗരസഭയിൽ വികസന സദസ്സ് നടത്തി. തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന വികസന സദസ്സ് മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു. മുൻ ചെയർപേഴ്സൺ സബീന ബിഞ്ചു അധ്യക്ഷത വഹിച്ചു. വികസന സദസ്സിൽ മുനിസിപ്പൽ കൗൺസിലർ മുഹമ്മദ് അഫ്സൽ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന സർക്കാരിന്റെയും തൊടുപുഴ നഗരസഭയുടെയും നാളിതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പൊതുജനാഭിപ്രായം തേടി ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിനുമായി തൊടുപുഴ നഗരസഭയിൽ വികസന സദസ്സ് നടത്തി. തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന വികസന സദസ്സ് മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നവകേരള സദസ്സ് സംഘടിപ്പിക്കുകയുണ്ടായി. ആ നവകേരള സദസ്സിൽ ലഭിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് അവയിൽ ഇടപെടാവുന്നിടത്തൊക്കെ ഇടപെട്ട് കഴിയാവുന്നത്ര പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇന്നലെ ഗവൺമെൻറ് മന്ത്രിസഭ അംഗീകരിച്ച കുറേ പുതിയ പദ്ധതികൾ. സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുകയും പാവപ്പെട്ടവരെയും ദരിദ്രരെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മുടേതെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നമുക്കറിയാം. 10 വർഷം മുമ്പ് UDF ഭരിച്ചിരുന്നപ്പോൾ ക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നുവെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ആ 600 രൂപ പോലും കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. 10-16 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുടിശ്ശിക വരുത്താതെ ഒരു മാസം ഇതുവരെ 1600 രൂപ കൊടുത്തെങ്കിൽ അത് 2000 രൂപയാക്കി ഉയർത്തിയത് കേരളത്തിലെ ഏതാണ്ട് 70 ലക്ഷത്തോളം ആളുകൾക്ക് ഗുണം ചെയ്യുന്ന പദ്ധതിയാണ്. മുൻ ചെയർപേഴ്സൺ സബീന ബിഞ്ചു അധ്യക്ഷത വഹിച്ച വികസന സദസ്സിൽ മുനിസിപ്പൽ കൗൺസിലർ മുഹമ്മദ് അഫ്സൽ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭയുടെ നിലവിലെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രൊഫസർ ജെസി ആന്റണി പ്രകാശനം ചെയ്തു. നഗരസഭ കൈവരിച്ച നേട്ടങ്ങളുടെ പ്രസന്റേഷൻ നഗരസഭ സെക്രട്ടറി ബിജുമോൻ ജേക്കബ് അവതരിപ്പിച്ചു. വികസന സദസ്സിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ഷാജി കെ സ്വാഗതം പറഞ്ഞു. സർക്കാർ പ്രതിനിധികളായി കുമാരമംഗലം അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ മുഹമ്മദ്, തൊടുപുഴ BDO ബിന്ദു എന്നിവർ പങ്കെടുത്തു. വികസന സദസ്സിൽ നഗരസഭാ ശുചീകരണ തൊഴിലാളികളെയും ആദരിച്ചു. മുനിസിപ്പൽ എഞ്ചിനീയർ ജോസ് വികസന സദസ്സിൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. FSETO മേഖലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട ജാഥയ്ക്ക് ഉജ്ജ്വല തുടക്കം. ജാഥ ക്യാപ്റ്റനും കേരള NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ TM ഹാജറയ്ക്ക് പതാക കൈമാറി CITU ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഫൈസൽ ജാഥ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ CP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. FSETO തൊടുപുഴ മേഖല കാൽനട ജാഥയ്ക്ക് കരുമണ്ണൂരിൽ തുടക്കം. ജാഥ ക്യാപ്റ്റനും കേരള NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ TM ഹാജറയ്ക്ക് പതാക കൈമാറി CITU ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഫൈസൽ ജാഥ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ CP രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വരെ കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണ് കേരളത്തിലെ കൊച്ചു സംസ്ഥാനം, ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന ഈ കൊച്ചു സംസ്ഥാനം കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് കൈവരിക്കാനായെന്ന് പറയുന്നത് ഈ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പല വ്യക്തിത്വങ്ങളും ഈ നാട്ടിലുണ്ട്. അവർക്ക് പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അറിയാം, ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളല്ല. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവം പിണറായി സഖാവിന്റെ ഫോട്ടോയെ വെച്ച് കേരളത്തെ സംബന്ധിച്ച കേരളത്തിന്റെ അധികാരത്തിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല അന്തർദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എന്താ അന്തർദേശീയ മാധ്യമങ്ങൾ? അമേരിക്കൻ ദാരിദ്ര്യമില്ലേ? തീർച്ചയായും അമേരിക്ക അടക്കമുള്ള ലോക മുതലാളിത്തത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും നിലവിൽ അധികാരത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവരെല്ലാം പരിഗണിക്കുന്നത് ഗവൺമെന്റ് അല്ല. പക്ഷേ
ചൈനക്കൊപ്പം ഒരു സോഷ്യലിസമാണ് ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഭരണം നടത്തുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ആ ഗവൺമെന്റാണ് ഈ സുപ്രധാനമായ നേട്ടം ഈ നവംബർ മാസം 1-ാം തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നത്. സംഘാടക സമിതി കൺവീനർ PM മുഹമ്മദ് ജലീൽ സ്വാഗതവും ജാഥ മാനേജർ KA ബിനുമോൻ നന്ദിയും പറഞ്ഞു. ജാഥ വൈസ് ക്യാപ്റ്റനും KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ MR രജനി, KSTA ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ, KGO ജില്ലാ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ, NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KK പ്രസഭകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തൊഴിലാളി വർഗ വഞ്ചന സർക്കാരിനെ ജനങ്ങൾ പുറത്താക്കുമെന്നും KPCC മെമ്പർ AP ഉസ്മാൻ പറഞ്ഞു. തൊടുപുഴയിലെ ജില്ലാ ക്ഷേമ ബോർഡ് ഓഫീസിന് മുമ്പിൽ കേരള സ്റ്റേറ്റ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ INTUC സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നും ഉസ്മാൻ വ്യക്തമാക്കി. കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുത്ത തൊഴിലാളി വിരുദ്ധ സർക്കാരിനെ ജനങ്ങൾ അടിച്ചു പുറത്താക്കുന്ന കാലം സമാഗതമായിരിക്കുന്നുവെന്ന് KPCC മെമ്പർ AP ഉസ്മാൻ പറഞ്ഞു. ചുമട്ടുതൊഴിലാളി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക, കേരളത്തിലെ ചുമട്ടുതൊഴിലാളി മേഖലയെ ചൂഷണത്തിൽ നിന്നും മുക്തമാക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക, ചുമട്ടുതൊഴിലാളികളെ ESIയുടെ പരിധിയിൽ കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച തൊടുപുഴയിലെ ജില്ലാ ക്ഷേമ ബോർഡ് ഓഫീസിന് മുന്നിൽ കേരള സ്റ്റേറ്റ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. INTUC ജില്ലാ സെക്രട്ടറി KP റോയ് അധ്യക്ഷത വഹിച്ച ധർണയിൽ NI ബെന്നി, KS ജയകുമാർ, ജോയി മൈലാടി, MS ഷമീർ, MG കണ്ണൻ, ഹരിനാരായണൻ, TH ജലീൽ, ജിസൻ അഗസ്റ്റിൻ, KH ഷാജി, EH അജിംസ്, ബിനു തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തെ നേതാക്കളായ അച്ഛൻ കുഞ്ഞ് ആലക്കോട്, KK ശശി, ഷിബൂസ് കറിയ, EV വിജയൻ, നിസാർ ഇടവെട്ടി, നാസർ പാലമുടൻ, ബാബു വാഴവര, മൈക്കിൾ മുട്ടം, ബിന്ദു ദിനേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മങ്ങാട്ടുകര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇനി ബസ് കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇരിപ്പിടങ്ങൾ സജ്ജമായി. CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി ഫെഡറൽ ബാങ്ക് ബസ് സ്റ്റാൻഡിലേക്ക് ഇരിപ്പിടങ്ങൾ വിതരണം ചെയ്തു. മങ്ങാട്ടുകര ബസ് ടെർമിനലിൽ നടന്ന ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് തൊടുപുഴ റീജിയണൽ ഹെഡ് ജെബിൻ K. ജോസ് ഇരിപ്പിടങ്ങൾ നഗരസഭാ അധ്യക്ഷൻ K. ദീപകിന് കൈമാറി. തൊടുപുഴ ഫെഡറൽ ബാങ്ക് ടൗൺ ശാഖാ മാനേജർ, നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറി K. ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡിനുള്ളിലേക്ക് മുഹമ്മദ് കുഞ്ഞ് ലബാ സ്മാരക ഷോപ്പിംഗ് കോംപ്ലക്സിന് മുമ്പിലേക്ക് ബസ്സുകൾ കയറ്റി നിർത്തുന്നതിന് തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനം നടപ്പിലാവുകയും ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുണ്ടായിരുന്ന അവിടുത്തെ വെയിറ്റ് ഷെഡിൽ നിന്നും ആളുകളെ മാറ്റി ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുൻവശത്തായി ഇപ്പോൾ കൂടി വളരെ സൗകര്യത്തോടു കൂടി ഉള്ള ഇരിപ്പിടം
സജ്ജമാക്കുന്നതിന് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ ഫെഡറൽ ബാങ്കുമായി മാനേജരുമായി സംസാരിക്കുകയും ആ കാര്യം വളരെ അനുഭാവപൂർവ്വം അവർ പരിഗണിക്കുകയും ചെയ്യുകയുണ്ടായി. എന്തായാലും ഇന്ന് വക്കാട്ടുകോല ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുൻവശത്തായി ആളുകൾക്ക് ഇരിക്കുന്നതിന് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലുള്ള 4 എയർപോർട്ട് ചെയറുകൾ ഫെഡറൽ ബാങ്ക് നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ പൊതുവായ ഒരു കാര്യത്തിന് വേണ്ടി വളരെ നല്ല ഒരു സേവന സന്നദ്ധതയോടുകൂടി ബാങ്കിൻ്റെ ഭാഗത്ത് നടന്ന ഈ തീരുമാനത്തിന് അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ തുടർന്നും പല കാര്യങ്ങളിലും നഗരസഭയുമായി നല്ല ഒരു സേവനപരമായ കാര്യങ്ങളിൽ സഹകരിക്കാം എന്ന് കൂടി അവർ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലും തൊടുപുഴ നഗരസഭയ്ക്കുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് അടിമാലിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങൾ പട്ടിണി സമരവുമായി രംഗത്ത്. ദുരന്തം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുനരധിവാസ കാര്യത്തിൽ തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് കുടുംബങ്ങൾ ഇന്ന് രാവിലെ പട്ടിണി സമരം പ്രഖ്യാപിച്ചത്. തുടർന്ന് ജില്ലാ കളക്ടറുടെ ഇടപെടലിലൂടെ പട്ടിണി സമരം താൽക്കാലികമായി കുടുംബാംഗങ്ങൾ അവസാനിപ്പിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു അടിമാലി ലക്ഷം വീട് പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങളാണ് ഇന്ന് രാവിലെ പട്ടിണി സമരവുമായി രംഗത്ത് വന്നത്. ദുരന്തം നടന്ന 6 ദിവസങ്ങൾ പിന്നിട്ടിട്ടും തങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഫലപ്രദമായ ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും തങ്ങളുടെ പുനരധിവാസം വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾ കഴിഞ്ഞ 6-ാം ദിവസത്തിലേക്ക് പോവുകയാണ്. അവർ വളരെയധികം പ്രതിസന്ധി നേരിടുന്നു. അതോടെ വളരെയധികം ആശങ്കയിലുമാണ്. അതുകൊണ്ടാണ് അവർ ഇന്നിവിടെ നിരാഹാര സമരം പ്രഖ്യാപിച്ചത്. ബഹുമാനപ്പെട്ട കളക്ടർ അടിയന്തരമായിട്ട് ഇടപെടുകയും നാളെ രാവിലെ 9:30 വരെ നടക്കുന്ന മീറ്റിംഗ് വരെ വെയിറ്റ് ചെയ്യണമെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും നാളെ തന്നെ പരിഹാരം കണ്ടെത്താമെന്നും നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് രാവിലെ ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെ വീണ്ടും ക്യാമ്പ് സന്ദർശിച്ച് നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അടിയന്തരമായിട്ടൊരു പാക്കേജ് പ്രഖ്യാപനത്തിലേക്ക് പോകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിരാഹാരം പിൻവലിച്ചത്. എന്തായാലും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 50 കുടുംബങ്ങൾക്കും വളരെയധികം പ്രതിസന്ധി നേരിടുന്നൊരു കാര്യമാണ്. വളരെ അടിയന്തരമായി ഗവൺമെൻറ് ഇടപെട്ട് നാഷണൽ ഹൈവേയും അതുപോലെ വർക്കിംഗ് കോൺട്രാക്ട് കരാറുകാരനെയൊക്കെ ബന്ധപ്പെട്ടുള്ളൊരു പാക്കേജ് ഉണ്ടായാൽ മാത്രമാണ് ഇവർക്ക് പുനരധിവാസത്തിനുള്ള സാഹചര്യമൊരുക്കുക. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. കുടുംബങ്ങൾ പട്ടിണി സമരം പ്രഖ്യാപിച്ചതോടെ ജില്ലാ കളക്ടർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടു. ഓൺലൈനിലൂടെ കുടുംബങ്ങളുമായും ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായും കളക്ടർ ആശയവിനിമയം നടത്തി. വിഷയവുമായി ബന്ധപ്പെട്ട നാളെ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗം വിവരം കുടുംബങ്ങളെ അറിയിച്ചു. ആശങ്കകൾ പരിഹരിക്കാമെന്ന കളക്ടറുടെ അറിയിപ്പിന്മേൽ കുടുംബങ്ങൾ താൽക്കാലികമായി പട്ടിണി സമരം അവസാനിപ്പിച്ചു. ക്യാമ്പുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ പട്ടിണി സമരം ഇരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. തുടർന്ന് ഇടുക്കി ജില്ലാ കളക്ടറുടെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ എന്ത് കാര്യങ്ങൾ തന്നെ വന്നാലും ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പോലും ദുരന്തത്തിൽ കഴിയുന്നവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്കും മരണപ്പെട്ടവർക്കുമുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ നാളെ നടക്കുന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടത്തിയ പട്ടിണി സമരം അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുന്നു. മണ്ണിടിച്ചിൽ പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ട 8 കുടുംബങ്ങളെ കത്തിപ്പാറയിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്തെ മണ്ണിടിച്ചിൽ ഭീഷണി മൂലം മാറ്റിയിട്ടുള്ള ബാക്കി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ തീരുമാനം കൈക്കൊള്ളുന്നതിനായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ഇതുവരെയുള്ള ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർവകക്ഷി യോഗം വിലയിരുത്തി. കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കാനും മരണപ്പെട്ട ബിജുവിന്റെ ഭാര്യയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന ഇടപെടലുകൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും സർവകക്ഷി യോഗം തീരുമാനം കൈക്കൊണ്ടു. അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ നടന്ന ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർവകക്ഷി യോഗം വിശകലനം ചെയ്തു. ദുരന്തമുഖത്തു നിന്നും കുടുംബങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്തു. കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കുവാനും മരണപ്പെട്ട ബിജുവിന്റെ ഭാര്യയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന ഇടപെടലുകൾ കാര്യക്ഷമമായി മുൻപോട്ട്
മുന്നോട്ടു പോകുവാനും സർവകക്ഷി യോഗം തീരുമാനം കൈക്കൊണ്ടു. ഒപ്പം കുടുംബങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റിയുടെ കൂടി പങ്കാളിത്തം ഉണ്ടാകുന്നതിനായുള്ള ഇടപെടൽ നടത്താനും സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. അടിമാലിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മഹാദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 44 കുടുംബങ്ങളെയാണ് ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് താമസിക്കുന്ന ഏകദേശം 6ഓളം കുടുംബങ്ങൾ ചേർത്തുകൊണ്ട് 50 കുടുംബങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ഇവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് ഗവൺമെൻറ് പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ബന്ധപ്പെടുവാനും തീരുമാനിച്ചു. നാളെ മന്ത്രിസഭാ യോഗത്തിൽ അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4-8 കുടുംബങ്ങളെ താൽക്കാലികമായി കത്തിപ്പാറ KSCB ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് പഞ്ചായത്ത് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായം ലഭിക്കുന്നുണ്ട്. ഇതുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ 38 കുടുംബങ്ങളാണ് നമുക്ക് നിലവിലുള്ള ബാധിക്കാൻ ഉള്ളത്. അവരെ അടിസ്ഥാനപരമായി മാറ്റി താമസിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ റവന്യൂ അധികാരികളും അതുപോലെ തന്നെ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കാനുള്ളത്. ദുരന്തത്തിൽ മരണപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം എത്തിക്കുന്നതിനായുള്ള ഇടപെടലിനും സർവകക്ഷി യോഗം തീരുമാനം കൈക്കൊണ്ടു. ഇക്കാര്യങ്ങളിലൊക്കെയും തീരുമാനം കൈക്കൊള്ളുന്നതിന് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നതിനായുള്ള നിർദ്ദേശം സമർപ്പിക്കുവാനും സർവകക്ഷി യോഗത്തിൽ ധാരണയായി. ദുരന്തമുഖത്തുള്ള കുടുംബങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ തുടർ സഹായങ്ങൾ ലഭ്യമാകണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ അവസ്ഥയും പ്രദേശത്ത് നിലനിൽക്കുന്ന സുരക്ഷാ ഭീഷണിയും സർവകക്ഷി യോഗത്തിൽ വിശകലനം ചെയ്തു. കവളങ്ങാട് CDSന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന IFCയുടെ ലൈവ് ലീ ഫുഡ് സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ കവളങ്ങാട് CDSന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന IFCയുടെ ലൈവ്ലിഹുഡ് സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവളങ്ങാട് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ റെജിന TM പദ്ധതി വിശദീകരണം നടത്തി. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന ടിനു വിവിധ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ചവർക്ക് പുരസ്കാരം നൽകി ആദരിച്ചു. IFCയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ചിപ്സ്, ശർക്കര വരട്ടി എന്നിവയുടെ ലോഞ്ചിംഗ് ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറിക്കൊണ്ട് MLA നിർവഹിച്ചു. നൌഷാദ് TH വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, സുഹ്ര ബഷീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, സൈജൻ ചാക്കോ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമാച്ചൻ ചാക്കോ, വാർഡ് മെമ്പർ ഇന്ദുലേഖ KV, CDS മെമ്പർ സെക്രട്ടറി അമ്പിളി മനോജ്, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അനൂപ് KM, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഫാം ലൈവ്ലിഹുഡ്, അഞ്ജന ഉണ്ണി ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ അനിമൽ ഹസ്ബൻഡറി, പത്മാവതി കുഞ്ഞിരാമൻ LSC മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ്, തസ്ലീന LSC മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി എന്നിവർ പദ്ധതിക്ക് ആശംസകൾ അറിയിച്ചു. യോഗത്തിൽ കോതമംഗലം ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തിൽ നിന്നുള്ള ചെയർപേഴ്സൺമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, തിരഞ്ഞെടുത്ത IFC പ്രതിനിധികൾ, CDS എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, IFC അംഗങ്ങൾ, കുടുംബശ്രീ കവളങ്ങാട് CDS ടീം അംഗങ്ങൾ, വിവിധ കുടുംബശ്രീ അംഗങ്ങൾ, അഗ്രി CRP, AH CRCമാർ, IFC ആങ്കർ, IFC സീനിയർ, CRPമാർ എന്നിവരും പങ്കെടുക്കുകയും കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ ഷാലി അഭിലാഷ് നന്ദി അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച OP ആൻഡ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ ഭാഗമായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. 6 മാസം മുമ്പ് ബഹുനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കിയെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു. കാത്തിരിപ്പിനൊടുവിലാണ് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. അടിമാലി താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വർധനവ് ലക്ഷ്യമിട്ടാണ് OP ആൻഡ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. കാത്ത് ലാബ് CCU യൂണിറ്റിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ 1ഉം 2ഉം നിലകളിലാണ് OP ബ്ലോക്കിന് വേണ്ടി കൺസൾട്ടിംഗ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത്. കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള 10 കോടിയിലേറെ രൂപ മുടക്കിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഇടുക്കി പാക്കേജിൽ നിന്ന് 7.5 കോടി രൂപ നമുക്ക് അനുമതിയായിട്ടുണ്ട്. ഭരണാനുമതി ലഭ്യമായി നമുക്കിവിടെ ഇടുക്കിയുടെ സ്വപ്നമാണ്. അടിമാലി മാത്രമല്ല, എനിക്കിത് പറയുമ്പോൾ വളരെ 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 മനസ്സ് നിറഞ്ഞാണ് പറയുന്നത്. അതിൽ നമുക്കത് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് നമുക്കത് സാധ്യമാക്കാനായിട്ട് കഴിയണം. KMCL അതിനു വേണ്ടിയിട്ട് ഉള്ള ബാക്കി നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
അതിന് ബഹുമാനപ്പെട്ട MLA നിരന്തരമായിട്ടുള്ള ഇടപെടൽ അതിലുണ്ട് എന്നുള്ളത് കൂടി പറയട്ടെ. എല്ലാവരും നമ്മളെല്ലാവരുടെയും ടീം വർക്കാണിത്, ഒരാളല്ല, എല്ലാവരും ചേരുന്നതാണ്. ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ഉള്ള സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് എ രാജ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒരുമിച്ച് നിന്നാൽ സ്വാഭാവികമായിട്ട് പല സമയങ്ങളിലും നമുക്ക് ചില രാഷ്ട്രീയമായുള്ള എതിർപ്പ് മൂലം ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ട്. ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് ഇനിയും കൂടുതൽ സൗകര്യങ്ങളോടുള്ള ആശുപത്രിയായി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇതൊരു ഉദ്ഘാടനം ഇവിടെ നടക്കുമ്പോൾ ഇതിന് പിന്നിൽ ഒത്തിരിയേറെ ആളുകൾ ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ട് കുറച്ച് ദിവസങ്ങളായി തന്നെ ഉണ്ട്. ഏതായാലും ഇതിൻ്റെ പിന്നിൽ നിന്ന മുഴുവൻ ആളുകൾക്കും ഇത് വിജയിപ്പിച്ച മുഴുവൻ ആളുകൾക്കും എൻ്റെ എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെലപ്പൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 6 മാസം മുൻപ് ബഹുനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കിയെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു. നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ആശുപത്രിയിലെ OP വിഭാഗം പ്രവർത്തിച്ചു വരുന്നത്. പുതിയ സ്ഥല സൗകര്യങ്ങളോടെ ഒരുങ്ങിയതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. പുതിയ കെട്ടിടത്തിന്റെ അടിനിലയിൽ കാത്ത് ലാബ്, CCU യൂണിറ്റ്, എക്സ്റേ വിഭാഗം എന്നിവയ്ക്കുള്ള സൗകര്യമാണുള്ളത്. ഇതിൽ എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. 1-ാം നിലയിൽ ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, 2-ാം നിലയിൽ പീഡിയാട്രിക്സ്, ഒഫ്താൽമോളജി, ഡെന്റൽ, ENT, ജനറൽ OP, ഫീവർ ക്ലിനിക് എന്നിവയ്ക്കുള്ള മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ലഹരിക്കെതിരെ ജനകീയ ബോധവൽക്കരണം നടത്തി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ. ഇതിന്റെ ഭാഗമായി സ്കൂളിലെ വിദ്യാർത്ഥികൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് റാലി നടത്തി. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, യാത്രക്കാർ എന്നിവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറഞ്ഞവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു VA ഉദ്ഘാടനം നിർവഹിച്ചു. ചോദ്യങ്ങൾ ചോദിച്ചും സമ്മാനങ്ങൾ നൽകിയും ലഹരിക്കെതിരെ ജനകീയ ബോധവൽക്കരണം നടത്തി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ പ്ലക്കാർഡുകളുമായി നഗരത്തിലൂടെ റാലിയായി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെത്തി. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, പൊതുജനങ്ങൾ, യാത്രക്കാർ എന്നിവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറഞ്ഞവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്ത് കുട്ടികൾ ലഹരിക്കെതിരെ ജനകീയ ബോധവൽക്കരണം നടത്തി. മഠത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു VA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇത് വലിയ ബോധവൽക്കരണത്തിന്റെ കാര്യമൊന്നും, എല്ലാ മനുഷ്യരും ബോധവാന്മാരാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നടക്കുന്ന പരിപാടി സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ടും ഇതുപോലെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയൊക്കെ സഹകരണത്തോടെ പല സ്ഥലങ്ങളിലും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ എത്തിക്കുക. എല്ലാവരും ബോധമുള്ളവരാണ്. ആ സന്ദേശം എത്തിക്കുക ഉള്ള ഒരു കടമയാണ് സ്കൂൾ കുട്ടികൾ ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, നാം എല്ലാവരും, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണ്, എല്ലാവരും ഓരോ വ്യക്തികളാണ്. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ നമ്മളെല്ലാം പല അസുഖത്തിനും ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ ലഹരിയെ സംബന്ധിച്ചോളം അതിൽ നിന്ന് മാറി നിൽക്കുവാൻ വേണ്ടി പോകേണ്ട ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുമാണ്. അത് മുതിർന്നവരാണ് സാധാരണ ഇങ്ങനെ ഈ മദ്യത്തിനും മയക്കുമരുന്നും മറ്റ് സിന്തറ്റിക് ലഹരികൾക്ക് അടിമപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്, അതിൻ്റെ പ്രതിഫലനം നമ്മുടെ കുട്ടികളിലാണ് അത് ഉണ്ടാകുക. കുട്ടികളുടെ മാനസിക നിലയിലുള്ള പ്രശ്നങ്ങൾ സ്കൂളിലൊക്കെ ഒത്തിരി സ്കൂളുകളിൽ കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കാണും. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം പോലീസ് കുട്ടികളുമായിട്ടും ഒക്കെ സംവദിക്കുമ്പോൾ അവർ പറയുന്ന അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ അയൽവാസി അവരുടെയൊക്കെ ഈ മദ്യവും മയക്കുമരുന്നുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ സമൂഹത്തിൽ ഇറങ്ങുമ്പോഴുള്ള പ്രശ്നങ്ങൾ, വണ്ടിയിൽ കയറി പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ എല്ലാം അവർ ഞങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷിൻഡോ ജോർജ്, മഠത്തിൽ ട്രസ്റ്റ് ചെയർമാൻ ജോസുകുട്ടി, PTA പ്രസിഡന്റ് റോയി തോമസ്, MPTA പ്രസിഡന്റ് ഡിംപിൾ വിനോദ്, അധ്യാപകരായ ആൽബിൻ ജോസഫ്, സിനു സണ്ണി, സനത് ബേബി, അഞ്ജു ജോസഫ്, സിസ്റ്റർ അനിറ്റ മാത്യു, അഞ്ജു ആൻ ജോർജ്, രമ്യ മുരളി, മെറിൻ ജോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ചരമവാർത്ത. തൊടുപുഴ KSDC4 CC ആൻഡ് RC മുൻ ചെയർമാനും ഓപ്പറേറ്റീവ് കോളേജ് മുൻ അധ്യാപകനുമായ കാഞ്ഞിരമറ്റം കുഴിമറ്റത്തിൽ ഡോക്ടർ K. ജോൺ പോൾ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം മലങ്കര മറാല സെന്റ് ആൻഡ്രൂസ് CSI പള്ളിയിൽ നടത്തി. ഭാര്യ പരേതയായ അഡ്വക്കേറ്റ് TJ സാറാമ, മകൾ ബേബി റാണി എലിസബത്ത്, ഹെഡ്മിസ്ട്രസ് CMS LPS ഇരുമപ്ര, മരുമകൻ ബിജു വർഗീസ് പുലക്കുടി പെരുമ്പാവൂർ, കൊച്ചുമകൻ എബൻ ബിനു വർഗീസ്. വസതിയിലും പള്ളിയിലും ജീവിതത്തിന്റെ വിവിധ തുറകളിലും ഉള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു.
തൻ്റെ പ്രവർത്തന രംഗങ്ങളിൽ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു മഹൻ വ്യക്തിയായിരുന്നു നമ്മൾ കടന്നുപോയ പോലീസ്. നീതിക്ക് വേണ്ടിയുള്ള അനേക പോരാട്ടങ്ങളെ 3 വർഷം പുറകിൽ സാറാമായി സന്നദ്ധത്തിൽ കൂടെ ഉണ്ടായിരുന്നു. ആ പോരാട്ടങ്ങളൊക്കെ ഒരു നിഴലായി കൂടെ സഞ്ചരിച്ച ഭാര്യ അഡ്വക്കേറ്റ് സാറ. സാറിനെ പറ്റി ഓർക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സഭാജീവിതവും സാമൂഹ്യ ജീവിതം നയിച്ച സമർപ്പിതനായ ദൈവിക സമർപ്പണമുള്ള ഒരു വ്യക്തിയായിട്ട് മനസ്സിലാക്കും. വലിയതായ നമ്മളെ വേണ്ടപ്പെട്ടയാളായി പ്രവർത്തിക്കുകയും ജീവിതകാലത്തുടനീളം മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസപരമായി അദ്ദേഹം ആർജിച്ചതായ വലിയ നേട്ടങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇടപാട് അർത്ഥത്തിൽ എല്ലാവർക്കും വളരെ വേദനാനുഭവത്തോടൊപ്പം തന്നെ അതുമൂലം ഉണ്ടാകുന്നതായ പ്രയാസങ്ങൾ നികത്താൻ കഴിയാത്തതുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വനം വന്യജീവി വകുപ്പ് മുള്ളരിങ്ങാട് ഡിവിഷനിൽ സ്ഥാപിക്കുന്ന സ്മാർട്ട് എലിഫന്റ് സിസ്റ്റം നിർമ്മാണോദ്ഘാടനം സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഹമീദിന് തൂക്കുകയർ. തൊടുപുഴ നഗരസഭയിൽ വികസന സദസ്സ് നടത്തി. തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന വികസന സദസ്സ് മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ INTUC ധർണ നടത്തി. KPCC മെമ്പർ AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണിടിച്ചിൽ ദുരിതത്തെ തുടർന്ന് അടിമാലിയിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങൾ പട്ടിണി സമരവുമായി രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.